കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ ഗർഭചിത്രത്തിന് വിധേയരാകുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവ് ഉണ്ടായതായി ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2014-15 അപേക്ഷിച്ച് ഇരട്ടിയോളം വർധനവാണ് 2023-24 കാലയളവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണക്കുകളിൽ പെടാത്ത നിരവധി ഭ്രൂണഹത്യകൾ വേറെയും ഉണ്ടെന്നതിനാൽ യഥാർത്ഥ കണക്ക് ഇതിലും വലുതാണ്. 2023-24 സംസ്ഥാനത്ത് 30,037 ഗർഭചിത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2014-15 ഇത് 17,025 ആയിരുന്നു. 9 വർഷത്തിനിടെ 76.43% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ 21,282, സർക്കാർ ആശുപത്രികളിൽ 8,755 എന്നിങ്ങനെയാണ് കണക്കുകൾ. സ്വാഭാവിക ഗർഭചിത്രവും ബോധപൂർവമായ ഗർഭചിത്രവും ഡാറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2023-24 സംസ്ഥാനത്ത് 20,179 ബോധപൂർവമായ ഗർഭചിത്രം നടത്തിയിട്ടുണ്ട്. 9,858 സ്വാഭാവിക ഗർഭചിത്രമാണ് ഈ കാലയളവിൽ നടത്തിയിട്ടുള്ളത്. ഡാറ്റ പ്രകാരം 2014-15 വർഷം സർക്കാർ ആശുപത്രികളിൽ 8,324 ഭ്രൂണഹത്യയും സ്വകാര്യ ആശുപത്രികളിൽ 8,701 ഭ്രൂണഹത്യയും നടന്നു. എന്നാൽ 2015-16 മുതൽ സ്വകാര്യ ആശുപത്രികളിൽ ഉയർന്ന തോതിലുള്ള കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2015-16 മുതൽ 2024-25 വരെ കേരളത്തിലാകെ 1,97,782 ഗർഭചിത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഗർഭചിത്രത്തിനായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നതിലുണ്ടായ വർധനവിൽ ആരോഗ്യ വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ബോധപൂർവമായ ഗർഭചിത്രങ്ങളുടെ വർധന സ്ത്രീകൾ അവരുടെ ശരീരത്തിന് മേൽ കൂടുതൽ നിയന്ത്രണം നേടുന്നതിൻ്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സർക്കാർ ഒത്താശയോടെ നടപ്പിലാക്കിയ അബോർഷൻ എന്ന ഭീകരൻ തിന്മ കേരളത്തെയും അതിരൂക്ഷമായി ബാധിച്ചിരിക്കുന്നു എന്നത് ഭയത്തോടെ മാത്രമേ നോക്കിക്കാണാനാവൂ. വരും തലമുറകളെ ഇല്ലാതാക്കുന്ന ഈ മാരക വിപത്തിനെതിരെ സമൂഹ മനസാക്ഷി ഇനിയും ഉണർന്നില്ലെങ്കിൽ നാം വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല.